അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ടു അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ് മൈ യൂട്യൂബ് ചാനൽ. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്നിവിടെ വെച്ച കീര കൊണ്ടുള്ളൊരു കൂട്ടാണ്. പിന്നെ അടുത്ത മരങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പലതരം ഭംഗിയുള്ള പക്ഷികൾ ഇരിക്കാറുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ എന്നും നമ്മൾ ടെറസിൽ പോയിട്ട് മരങ്ങളിൽ നോക്കിയാൽ ഇതുപോലെ പക്ഷികളെ കാണാം. ഇത് ഈ അടുത്ത വീട്ടിലത്തെ തെങ്ങിൽ നിന്ന് തേങ്ങ വീണ് ഈ പൈപ്പ് ഉണ്ടായിരുന്നു, അത് പൊട്ടി പോയിക്കൊണ്ടിരുന്നു. അത് മാറ്റി ഈ വിധത്തിലാക്കി. ഇത് അടുത്ത ഒരു ഫ്ലാറ്റ് ഞാൻ പലതവണ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പണിയൊക്കെ തീർന്നു കഴിഞ്ഞു. പാല് കാച്ചും പരിപാടികളൊക്കെ ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് നല്ല പന്തലൊക്കെ കെട്ടി മോടി പിടിപ്പിച്ച് കളർ ബൾബുകളൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായിട്ട് ഇവിടെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ തീർത്തു. പെട്ടെന്നൊരു വർഷത്തിനകത്താണ് അവർ അത് കെട്ടി തീർത്തത്. ഇത് കുറച്ചൊരു കാറിൽ പതിവ് പോലെ എല്ലാ ആഴ്ചയിലും ഒരു ട്രിപ്പ് ഇങ്ങനെ പോയിട്ട് വരാറുണ്ട്. അപ്പോൾ അത് ഹൈവേയിൽ കൂടി ആകുമ്പോഴേക്കും നമുക്ക് വലിയ ട്രാഫിക്കിൻ്റെ ശല്യമോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് പോയിട്ട് വരാം. ഇവിടെ ഹൈവേക്കൊക്കെ നല്ല റോഡുകളും അതുപോലെ തന്നെ നടുവിൽ പൂന്തോട്ടങ്ങൾ നല്ല നല്ല പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച് അത് യാത്ര ചെയ്യാനായിട്ട് വളരെ സുഖകരമാണ്. റോഡും വളരെ വൃത്തിയും ശുചിത്വവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മരങ്ങളിൽ കൊക്ക് വൈകുന്നേരം ഇങ്ങനെ വെള്ള കളറിൽ ഇങ്ങനെ ഈ തപസിരിക്കുന്ന പോലെ മിണ്ടാതിരിക്കും. രാത്രിയിൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് ചന്ദ്രൻ ഉദിച്ച് വരുന്ന കാഴ്ച കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഒരു 6 മണിക്ക് തന്നെ നമുക്ക് നോക്കിയാൽ ചന്ദ്രനെ ഇങ്ങനെ നിലാവുദിച്ച് നിൽക്കുന്നത് ഇങ്ങനെ ഭംഗിയായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഈ ജനുവരിയിലത്തെ ആദ്യത്തെ ഫുൾ മൂൺ ഡേ ആണെന്ന് പറയാം. അത് വൈകുന്നേരം ഒരു സ്ഥലത്ത് ഇങ്ങനെ ചന്ദ്രൻ ഉദിച്ച് വരുമ്പോൾ മറുഭാഗത്ത് സൂര്യൻ അസ്തമിക്കുന്ന നല്ല സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. വൈകുന്നേരം പിന്നെ കുറച്ച് വട ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വടപ്പരിപ്പ് വെച്ചിട്ട് കുറച്ച് അടിപൊളി വടയും അതിൻ്റെ കൂടെ തന്നെ നല്ല ചൂടുള്ള ചായയും. വടയും ചായയും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, വളരെ നല്ല കോമ്പിനേഷനാണ്. എത്ര പേർക്ക് ഇത് ഇഷ്ടമാണ് എന്ന് കമൻറ്റ് ബോക്സിൽ പറയൂ. രാത്രിയിലത്തെ അത്താഴത്തിനുള്ള പരിപാടികളാണ്. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല ചപ്പാത്തിയും അതിനായിട്ടുള്ള അടിപൊളി കറികളുമൊക്കെ വെച്ച്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ കാണിച്ചിരുന്നു നമ്മുടെ പിറകു വശത്തുള്ള ഈ യക്ഷിപ്പാല. അപ്പോൾ നല്ല ഉയരത്തിൽ നിൽക്കുന്ന പാല കണ്ടപ്പോഴേക്കും മോൾക്കും കൂട്ടുകാരിക്കും ഒരു പൂതി, യക്ഷിയൊക്കെ ആയിട്ടൊരു സ്കിറ്റൊക്കെ ഒന്ന് അവതരിപ്പിച്ച് എല്ലാവരെയും ഒന്ന് വരട്ടാമോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നത് ഇതൊന്നും യൂട്യൂബിലൊക്കെ ഇട്ടിട്ട് എല്ലാവരും കണ്ട് നാണക്കേടാവും, വെറുതെ ഇടണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചൊരു ക്ലിപ്പിങ് അത് കാണാനേ നല്ല രസമാണ്. ആ പാലയുടെ താഴെ ഒരു രാത്രിയിലൊക്കെ പോയി പേടിപ്പിക്കാനൊക്കെ ആയിട്ടൊരു സ്കിറ്റ് എടുത്ത് ഇങ്ങനെ നോക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക, തുടർന്നും കാണുക.